ബഹിരാകാശ ഡോക്കിംഗിൽ ചരിത്രം കുറിച്ച് ഇന്ത്യ 2 ഉപഗ്രഹങ്ങൾ സംയോജിപ്പിക്കുന്ന സ്പേഡെക്സ് ദൌത്യം വിജയകരമായി പൂർത്തീകരിച്ചെന്ന് ISRO അറിയിച്ചു. സ്വന്തം ബഹിരാകാശ നിലയം എന്ന ഇന്ത്യൻ സ്വപ്നത്തിലേക്ക് സുപ്രധാന ചുവടുവയ്പ്പാണ് ഈ നേട്ടം. US, റഷ്യ, ചൈന എന്നിവയ്ക്ക് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ. ഒടുവിൽ വിരാമം. അതിസങ്കീർണമായ സ്പേസ് ഡോക്കിംഗ് എക്സർസൈസ് ദൌത്യത്തിൽ ഇന്ത്യ പുതുചരിത്രം രചിച്ചു. ഇന്ന് പുലർച്ചെയാണ് ബഹിരാകാശത്ത് 2 ചെറു ഉപഗ്രഹങ്ങളെ സംയോജിപ്പിക്കുന്ന ഡോക്കിംഗ് ISRO യാഥാർത്ഥ്യമാക്കിയത്. SDX-1 എന്ന ചേസർ ഉപഗ്രഹത്തെ ടാർഗറ്റായ SDX-2-നടുത്തെത്തിച്ചതോടെ രണ്ടും ചേർന്ന ഒറ്റ ഉപഗ്രഹമായി. ഡിസംബർ 30-ന് നടന്ന വിക്ഷേപണത്തിന് ശേഷം 4ാം പരിശ്രമത്തിലാണ് ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് കൂട്ടിച്ചേർക്കാനായത്. 220 കിലോഗ്രാം ഭാരമുള്ള 2 ചെറു ഉപഗ്രഹങ്ങൾ ഭൂമിയിൽ നിന്ന് 475 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ ഘട്ടം ഘട്ടമായി അടുത്തെത്തിച്ചാണ് കൂട്ടിച്ചേർത്തത്. ഒന്നായി പ്രവർത്തിക്കുന്ന ഉപഗ്രഹത്തിൽ പവർ ട്രാൻസ്ഫർ പരിശോധനകൾ അടക്കം നടത്തും. പിന്നീട് ഉപഗ്രഹങ്ങൾ വേർപെടുത്തും. 2 വ്യത്യസ്ത ഉപഗ്രഹങ്ങളായി 2 വർഷക്കാലം ബഹിരാകാശത്ത് പ്രവർത്തിക്കും. രാജ്യത്തിന് സ്വന്തമായി സ്പേസ് സ്റ്റേഷൻ എന്ന സ്വപ്നത്തിനും ചന്ദ്രയാനിന്റെ 4ാം ഘട്ടത്തിനും മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഗഗൻയാനിനും സ്പേസ് ഡോക്കിംഗ് സാങ്കേതികവിദ്യ നിർണായകമാണ്. അതുകൊണ്ടുതന്നെ ഈ വിജയത്തിൽ ISROയ്ക്കും ഒപ്പം രാജ്യത്തിനും അഭിമാനിക്കാം. ന്യൂസ് ഡെസ്ക്, News 18.